തലയോലപ്പറമ്പ് വരിക്കാംകുന്ന് പ്രസാദഗിരി പള്ളിയിൽ കുർബാനയ്ക്കിടെ വൈദികന്റെ നേരെ ആക്രമണം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളിയിലാണ് കുർബാനയ്ക്കിടെ വിമത വിഭാഗം ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഫാദർ ജോൺ തൊട്ടുപുറത്തിന് പരിക്കേറ്റു. വിമത വിഭാഗം മൈക്കും ബലിവസ്തുക്കളും തട്ടിത്തെറിപ്പിച്ചു. വിവരങ്ങളുമായി ഷിനോജിത്, ഏതൊക്കെ സഭകൾ തമ്മിലുള്ള തർക്കമാണ്? നേരത്തെ ഇവിടെ എങ്ങനെ ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടായിരുന്നോ പള്ളിയിൽ? ദിവിഷ നേരത്തെ സംഘർഷത്തിന് സാധ്യതകളൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം ഈ സഭയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട ഒരു ദേവാലയമാണ് ഈ പ്രസാദഗിരി ദേവാലയം എന്ന് പറയുന്നത്. ആ ദേവാലയത്തിൽ ഇന്ന് രാവിലെ 9 മണിക്ക് നടന്ന കുർബാനയ്ക്കിടെയായിരുന്നു ഈ ദൃശ്യങ്ങൾ കാണുന്ന തരത്തിലുള്ള ആക്രമണമൊക്കെ തന്നെ ഉണ്ടായത്. ഏതായാലും ഈ സംഘർഷത്തിലേക്ക് നയിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം ഈ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ഏകീകൃത കുർബാന അംഗീകരിക്കാത്തതിനെ തുടർന്ന് ഈ ഇടവകയിലെ വികാരിയായിരുന്ന ഫാദർ ജെറിൻ പാലത്തിങ്കലിനെ സമീപത്തെ മറ്റൊരു ഇടവകയിലേക്ക് സ്ഥലം മാറ്റി. ഇതേ തുടർന്ന് എന്നാൽ ഈ സ്ഥലമാറ്റ ഉത്തരവ് അംഗീകരിക്കാൻ ഈ ജെറിൻ പാലത്തിങ്കൽ തയ്യാറായില്ല. അതേസമയം തന്നെ ഈ ഇടവകയുടെ ചുമതല മറ്റൊരു ഫാദറായിട്ടുള്ള ഫാദർ ജോൺ തോട്ടുപുറത്തിന് നൽകുകയും ചെയ്തു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഇടവകയിലെത്തിയ ഈ സഭയുടെ ചാർജ് ഏറ്റെടുത്തു. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുർബാനയായിരുന്നു. ഈ കുർബാന നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അതിക്രമവും സംഘർഷമൊക്കെ തന്നെ ഉണ്ടായത്. ഈ ഫാദർ തോട്ടുപുറം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ ജെറിൻ പാലത്തിങ്കലിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം, പ്രത്യേകിച്ച് വിമത വിഭാഗം ഈ പള്ളിയിലേക്ക് എത്തുകയും ആക്രമണം നടത്തുകയുമായിരുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മൈക്കും ബലിവസ്തുക്കളും ഉൾപ്പെടെയുള്ളവ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പരാതിയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പള്ളിക്കുള്ളിൽ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചതിനെ തുടർന്ന് 7 വയസ്സുള്ള ഒരു കുട്ടി, 7 മാസം പ്രായമായുള്ള കുട്ടിക്ക് വലിയ രീതിയിൽ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും തലയോലപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തിയാണ് കാര്യങ്ങളൊക്കെ തന്നെ ശാന്തമാക്കിയത്. മാത്രമല്ല, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഈ പള്ളി അടച്ചിടാൻ തലയോലപ്പറമ്പ് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇന്ന് രാവിലെ ഈ തലയോലപ്പറമ്പ് പ്രസാദഗിരി ദേവാലയത്തിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് തെളിയിക്കുന്ന പ്രതികരണം ഇക്കാര്യത്തിലുണ്ടോ ഷിനോജ്? ദിവിഷ രണ്ട് വൈദികരും നിലവിൽ ഇപ്പോൾ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരുടെ രണ്ടുപേരുടെ ഭാഗം ഉന്നയിച്ചുകൊണ്ട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഏത് രീതിയിൽ എഫ്ഐആർ എടുക്കുമെന്ന് സംബന്ധിച്ച് ആശയക്കുഴപ്പത്തിലാണ്. പ്രത്യേകിച്ച് രണ്ടുപേരുടെയും ഭാഗം കേട്ടതിന് ശേഷമാകും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും നിലവിൽ ഇതുവരെയും പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല. ഷിനോജാണ് വിവരം നൽകിയത്. തലയോലപ്പറമ്പ് പള്ളിയിലാണ് കുർബാനയ്ക്കിടെ വലിയ തല്ലുണ്ടായത്. വൈദികന് പരിക്കേറ്റു. ഏകീകൃത കുർബാന നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അവസാനം അടിപിടിയിൽ കലാശിച്ചത്.